ഹലോ, ദിവസാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കോട്ടയത്ത് നമ്മുടെ ലുലുമാൾ വന്നിട്ട് കുറേ നാളായി. അപ്പൊ ഇതുവരെ എനിക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് കോട്ടയത്ത് ലുലുമാളൊക്കെ ഒന്ന് പോയി ചുറ്റിക്കണ്ടിട്ട് വന്നാലോ? വയോ, പോയിട്ട്. അങ്ങനെ ഇതേ നമ്മൾ കോട്ടയത്ത് ലുലുവിലെത്തിയിട്ടോ. ഇതാണ് കോട്ടയം ലുലുമാള്. അപ്പോൾ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം എന്നൊക്കെ ഞാൻ വിചാരിക്കണം. കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ ഞാൻ ലുലുമാളിൽ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൽ വന്നപ്പോൾ ഇതുവരെ എനിക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ലുലുവിൽ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ കൊച്ചിയും ട്രിവാൻഡ്രം ഒക്കെ വെച്ച് അപേക്ഷിച്ച് വളരെ ചെറിയ ലുലുമാളാണ്. വലിയ ഹൈപ്പർ എന്താ പറയണ ഒരു സംഭവമല്ല, അത്രയും വലുതല്ല, എന്നാലും കുഴപ്പമില്ല. ഇത് 2 നിലകളിലായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു ലുലുമാൾ നിൽക്കുന്നത്, നമ്മുടെ കോട്ടയത്തെ ലുലുമാൾ. അപ്പം താഴത്തെ നിലയിൽ 1-2 ടെക്സ്റ്റൈൽസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. ടെക്സ്റ്റൈൽസാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഇത് കയറി പോകുന്ന ഒരു എൻട്രൻസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ മുകളിലേക്ക്. അപ്പം മുകളിൽ നിലയിൽ 2ാം നിലയിലായിട്ടാണ് ബാക്കിയെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു താഴത്തെ നിലയിൽ 1-2 ഷോപ്പിംഗ് മാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മുകളിലത്തെ നിലയിൽ ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് റൈഡുകൾ ഇവർ സജ്ജമാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഒക്കെ കാണാൻ. ഈ കോയിനൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പൈസ കൊടുത്തിട്ട് വേണം അതിൽ ഗെയിം കളിക്കാനും കാര്യങ്ങളൊക്കെ. എല്ലാം കാണാൻ നല്ല അടിപൊളി സെറ്റപ്പാണ്, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും. പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് ഒരുപാട് റൈഡിങ് ഉണ്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി നല്ല റൈഡുകൾ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോട്ടയത്തെ ലുലുമാളിൽ. ഒക്കെ നടന്ന് കാണാനും ഷോപ്പ് ചെയ്യാനും ഒക്കെ ഒരു എന്നാ പറയുന്നത്, നമ്മുടെ സ്വന്തം നാട്ടിൽ വന്നതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട് കേട്ടോ. അപ്പം ഇതുണ്ട്, ഒരു കുട്ടി ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട്. കാറയിലൊക്കെ ഉള്ള എന്തോ ഒരു റൈഡാണ്, എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. എന്നാണേലും ഞാനിങ്ങനെ എന്താ പറയുക, കുറച്ച് റൈഡും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ. കയറണം എന്നങ്ങനെ താല്പര്യമൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ചൊന്ന് കറങ്ങി. അങ്ങനെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഫുഡ് കോർട്ട് തന്നെ ഇവിടെ സജ്ജമുണ്ട് കേട്ടോ. ഭയങ്കര നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നു. ഐസ്ക്രീം പാർലറ്, പിന്നെ തായ് ഫുഡുകൾ, അറേബ്യൻ ഫുഡുകൾ, അങ്ങനെയുള്ള കുറച്ച് ഫുഡുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു സംഭവം, ഒരു മാളുണ്ട് കേട്ടോ റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ഷേക്കാണ് ഓർഡർ ചെയ്തത്. അപ്പം ആകെ മടുത്ത് നല്ല വെയിലൊക്കെ കൊണ്ടാണ് ലുലു കാണാൻ പോയത്. അപ്പോൾ ഇവിടെ ഇരുന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂവും നല്ല അടിപൊളിയാണ്. നോക്കിക്കേ, അവിടെ അങ്ങ് 1 ഇഞ്ച് പോലും സ്ഥലമില്ലാത്ത അത്രയും വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പൊക്കമുള്ള ട്രീ ഉണ്ടാക്കിയേക്കുന്നത് ലുലുമാളിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ലുലുവിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം സ്ത്രീ സഹജമായ കാര്യമല്ലേ, അപ്പോൾ സ്ത്രീകളെപ്പോഴും എങ്ങോട്ടാണ് പോവുക, മുഖസൗന്ദര്യം നോക്കാനും ബോഡി കെയർ നോക്കാനുമുള്ള ഉൽപ്പന്നങ്ങൾ നോക്കിയാണ് പോയത്. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ്ലി എന്നാ പറയുന്നത്, എല്ലാം, അതായത് ബോഡി കെയറിനും ബ്യൂട്ടി കെയറിനും വേണ്ടുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു കൈച്ചെയിൻ കണ്ടേ, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ 1-2 കൈച്ചെയിനും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തേ. ഒരു ബോക്സൊക്കെ തരും കേട്ടോ. ആ ബോക്സിൽ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കിയിട്ടിട്ട് നമുക്ക് വേണ്ടുന്നത്ര ആയി കഴിഞ്ഞിട്ടാണ് അവർ ബില്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 1-2 കമ്മലും പിന്നെ എന്താ പറയുക 1-2 കൈച്ചെയിനൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെ, അപ്പോൾ വാങ്ങി. പിന്നെ കുറേ ഡ്രസ്സിൻ്റെ ജീൻസിന് പറ്റുന്ന ടോപ്സൊക്കെ നോക്കി. അപ്പോൾ എനിക്കതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഭയങ്കര വിലയാണ്. നമ്മൾ സാധാരണ ഒരു ഷോപ്പ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ ഭയങ്കര വിലയാണ്. പിന്നെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ ഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേനും എവിടെയെങ്കിലും നമ്മൾ കുളിക്കുമല്ലോ, കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ കെട്ടി വെച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു ഹെയർ ഡ്രയർ മേടിച്ചേ. ഇച്ചിരി കോസ്റ്റ്ലിയാണ്, നല്ല കമ്പനിയുടെ സാധനമാണ് കേട്ടോ. ഫിലിപ്സിൻ്റെ ഉണ്ട്, വേഗയുടെ ഉണ്ട്. അപ്പം ഞാൻ വേഗയുടെ ഒരു ഹെയർ ഡ്രയറാണ് മേടിച്ചത്. നല്ല രസമുണ്ട്, ചെറുതാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ദൂരെയൊക്കെ പോകുമ്പോഴത്തേനും എന്താ പറയണേ,
കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു തരത്തിലുള്ളൊരു മോഡൽ ഒരെണ്ണമാണ് മേടിച്ചത്. പിന്നെ കുറേ മൊബൈലിൻ്റെയും പിന്നെ എന്താ പറയുക സ്മാർട്ട് വാച്ചിൻ്റെയൊക്കെ കുറേ ശേഖരമുണ്ട്. അപ്പോൾ എനിക്ക് 1-2 ബ്ലൂടൂത്തും കാര്യങ്ങളും ഒക്കെ വേണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം വാങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ, ഇങ്ങനെ കുറേ ഷോപ്പിംഗ് മാളുകളുണ്ട്. ഒത്തിരി എന്താ പറയുന്നത് ഫുഡിൻ്റെ, ഡ്രസ്സിൻ്റെ, ചെരുപ്പുകളുടെ വേണ്ട ആക്സസറീസിൻ്റെ, മേക്കപ്പ് സാധനങ്ങളുടെ, അപ്പം മൊബൈല്, പിന്നെ TV, ഫ്രിഡ്ജ്, അതിൻ്റെയൊക്കെ സെയിലുള്ള ഓരോ മാളുകളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലൊക്കെ ഇറങ്ങി നടന്നപ്പോഴാട്ടോ നമ്മുടെ അപ്പൂപ്പനെ കണ്ടത്, മുഖം മൂടിയിട്ട് ക്രിസ്മസിൻ്റെ സമയമല്ലേ. അപ്പോൾ 1-2 ഫോട്ടോയൊക്കെ എടുത്തു. അന്നേരത്ത് തന്നെ കുറേ സമയമായിരുന്നു കേട്ടോ. പിന്നെ താഴേക്ക് നോക്കിയപ്പോഴത്തേനും അവിടെ ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കൽ മത്സരമാണ്. ഇപ്പോൾ ക്രിസ്മസ് അല്ലയോ, അതുകൊണ്ട് മാളിൽ സംഘടിപ്പിച്ചേക്കുന്ന ഒരു ഇതാണ്. പിന്നെ അതിനൊരു മത്സരത്തിന് എന്തോ സമ്മാനമായിട്ടൊക്കെ കൊടുക്കുന്ന എന്തോ സ്കൂട്ടി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് വാങ്ങിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും പുറത്തെ അറ്റ്മോസ്ഫിയറൊക്കെ മാറി നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ വന്നു തുടങ്ങുന്ന ഒരു ടൈമായിട്ടുണ്ട്. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 11 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും കേട്ടോ. 11 വരെ ഉള്ളൂ ഈ ഒരു ലുലു മാൾ എന്ന് പറയുന്നത് കോട്ടയത്തെ എൻ്റെ സമയം. പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനെ തിയേറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ സിനിമയൊക്കെ കാണാൻ നമ്മൾ കൊച്ചിയിലൊക്കെ പോകുന്ന പോലെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത് ഈ ലുലു മാളിനോട് വിട പറയാമെന്ന് വെച്ചു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം പർച്ചേസിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ വരുവാണെങ്കിൽ പിന്നെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് കാണാനും ഒക്കെ ഒരു ദിവസമൊക്കെ വന്ന് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ മാത്രമൊക്കെ ഉള്ള കാര്യങ്ങളും ഫെസിലിറ്റിയൊക്കെ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവർ അതിൻ്റെ മുന്നിൽ ഒരുക്കിയേക്കുന്ന ഏറ്റവും ഉയരം കൂടിയ ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ചുവട്ടിലൊക്കെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ എന്താ പറയുക, കുറേ നേരം അവിടെ നമുക്ക് ഇരുന്നും കാണാനും ഒക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നേരെ ബസ് കയറാനെത്തിയപ്പോൾ അപ്പോൾ റോഡിൽ അപ്പോൾ എന്താ പറയുന്നത് കരോളും സംഘമൊക്കെ പോകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊരു ഷോപ്പിൽ കയറിയേ. ഞാനും ഈ കൊച്ചു കേട്ടോ പോയത്, എൻ്റെ കൂട്ടുകാരിയുടെ വാവയാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി. അപ്പോൾ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.